കർമ്മ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. എത്ര വർഷം കഴിഞ്ഞാലും രാജ്യത്തിന് ആവശ്യം ഐക്യവും അഖണ്ഡതയും. ഈ സന്ദേശം വിളിച്ചോതുന്നതാണ് ഇന്നത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ. ഭാരതത്തിന്റെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ചരിത്രപരമായ സവിശേഷതകളാൽ സമ്പന്നമാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിക്കപ്പെട്ടതിന്റെ 150ാം വാർഷികം പ്രമാണിച്ചുള്ള പ്രമേയമാണ് 2026 പരേഡിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ദേശീയതയുടെയും സ്വയം പര്യാപ്തതയുടെയും പുതിയ കഥകൾ രചിക്കുന്ന ഈ ആഘോഷം കേവലം ഒരു പരേഡ് മാത്രമല്ല, അതിലുപരി രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകവും സൈനിക കരുത്തും ഒത്തുചേരുന്ന ഉജ്ജ്വല മുഹൂർത്തമായി മാറും. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നൽകുന്ന കർത്തവ്യ പഥിന് പുറമെ രാജ്യ തലസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം പഴുതടച്ച സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് രാജ്യം. 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ കനത്ത സുരക്ഷ ഒരുക്കി രാജ്യത്തെ സേനാ സംവിധാനങ്ങൾ. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ എത്തുന്ന ആദ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷം എന്ന പ്രത്യേകതയും ഇന്നത്തെ ദിവസത്തിനുണ്ട്. ദില്ലി പോലീസും കേന്ദ്ര സേനകളും ചേർന്നൊരുക്കുന്നത് സമാനതകളില്ലാത്ത സുരക്ഷയാണ്. ഖലിസ്ഥാൻ ഭീകരൻ പന്നുവിന്റെ ഭീഷണി നിലനിൽക്കുമ്പോൾ സേനാ വിന്യാസം രാജ്യം കൂട്ടിയിരിക്കുന്നു. സുരക്ഷാ ഒരുക്കങ്ങൾക്കിടയിൽ ശ്രദ്ധ കൈയടക്കുന്നത് പരിശോധനകൾക്കായി ഉപയോഗിക്കുന്ന ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനങ്ങളുള്ള AI സ്മാർട്ട് ഗ്ലാസുകളാണ്. തെർമൽ ഇമേജിംഗ് അടക്കം വിപുലമായ സംവിധാനങ്ങളാണ് 30,000-ലേറെ സേനാംഗങ്ങളെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങളുമുണ്ട്. പരേഡ് കാണാനെത്തുന്നവർ ദേഹപരിശോധന അടക്കം 6 തലങ്ങളിലുള്ള പരിശോധനകൾക്ക് വിധേയരാകണം. 500-ലധികം ക്യാമറകളും നഗരത്തിലെ പ്രധാന ഇടങ്ങളിൽ സ്ഥാപിച്ചു. തിരക്കുള്ള മേഖലകളിലും ആളുകൂടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും ദില്ലി പോലീസിന്റെ സ്ക്വാഡ് ടീമിനെയും NSGയും വിന്യസിച്ചു. റിപ്പബ്ലിക് ദിന പരേഡ് രാവിലെ 10:15 ആരംഭിക്കുക. വന്ദേമാതരം ഗാനത്തിന്റെ വരികളെ ചിത്രീകരിക്കുന്ന അപൂർവ ചിത്രങ്ങൾ കർത്തവ്യ പഥിൽ പ്രദർശിപ്പിക്കും. പുഷ്പാലങ്കാരങ്ങൾ, ക്ഷണക്കത്തുകൾ, വീഡിയോകൾ, ടാബ്ലോകൾ എന്നിവയിലെല്ലാം ഈ പ്രമേയം പ്രതിഫലിക്കും. ഇന്ത്യൻ സൈന്യം ആദ്യമേ പരേഡിൽ ബാറ്റിൽ അറേ ഫോർമേഷൻ പ്രദർശിപ്പിക്കും. സൈനിക പ്രദർശനത്തിന് സൈനികരുടെ പരേഡ്, ആധുനിക ആയുധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, ടാങ്കുകൾ, മിസൈൽ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ളവ പ്രദർശിപ്പിക്കും. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നാവികസേനയുടെ വിമാനങ്ങൾ അണിനിരക്കുന്ന ഫ്ലൈ പാസ്റ്റിൽ 29 വിമാനങ്ങൾ ഉണ്ടാകും. റാഫേൽ Su-30 MKI MiG-29 വിമാനങ്ങളും അപ്പാച്ചെ LCH പ്രചണ്ഡ ഹെലികോപ്റ്ററുകളും ഇതിൽ ഉൾപ്പെടുന്നു. ബാക്ടീരിയൻ ക്യാമൽ, ആർമി ഡോഗ് സ്ക്വാഡ് എന്നിവയും പരേഡിൽ അണിനിരക്കും. സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവയിൽ നിന്നുള്ള മൊത്തം 30 ടാബ്ലോകൾ കർത്തവ്യ പഥിലൂടെ നീങ്ങും. ഇത് ഇന്ത്യയുടെ സംസ്കാരം, പൈതൃകം, നവീകരണം, സ്വയം പര്യാപ്തത എന്നിവ പ്രദർശിപ്പിക്കും. ഏകദേശം 2500 കലാകാരന്മാർ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാന പരിപാടികളിൽ ചെങ്കോട്ടയിലെ ഭാരത് പർ, നാഷണൽ സ്കൂൾ ബാൻഡ് മത്സരം, പ്രോജക്ട് വീർഗാഥ 5.0, പ്രധാനമന്ത്രിയുടെ NCC റാലി എന്നിവ ഉൾപ്പെടുന്നു. ഈ ടിക്കറ്റുകൾ, സൗജന്യ മെട്രോ യാത്ര, പാർക്ക് ആൻഡ് റൈഡ് സേവനങ്ങൾ, സന്ദർശകർക്ക് സുഗമമായ പ്രവേശനം ഉറപ്പാക്കുന്നതിനുള്ള പൗര സൗഹൃദ ക്രമീകരണങ്ങൾ എന്നിവയും ലഭ്യമാക്കും. വിവിധ മേഖലകളിൽ നിന്നുള്ള ഏകദേശം 10,000 പേർക്ക് പ്രത്യേക അതിഥികളായി പരേഡ് കാണാൻ അവസരമുണ്ട്. കർഷകർ, ശാസ്ത്രജ്ഞർ, സംരംഭകർ, വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ, വനിതാ സംഘാംഗങ്ങൾ, തൊഴിലാളികൾ, വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ എന്നിവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനുമാണ് 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥികൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.